സ്നേഹിതരെ, ആണ്ടുവട്ടം 2-ാം ഞായറിൽ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ 1-ാം അധ്യായം 35 മുതൽ 42 വരെ വാക്യങ്ങൾ. സ്നാപയോഹന്നാന്റെ സ്നാനം സ്വീകരിച്ച് വരുന്ന ആദ്യ ശിഷ്യരും അവരുടെ സാക്ഷ്യത്തിലൂടെ യേശുവിൽ എത്തിച്ചേരുന്ന മറ്റ് ഒരു ശിഷ്യനുമാണ് ഈ വചനഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്. യേശുവിൻ്റെ ആദ്യ ശിഷ്യന്മാരെ സംബന്ധിക്കുന്ന വിവരണത്തിൽ സ്നാപയോഹന്നാൻ തന്നെ ഭരമേൽപ്പിച്ച യേശുവിന് സാക്ഷ്യം നൽകുക എന്ന ദൗത്യം നിർവഹിക്കുന്നതായാണ് വായനക്കാർക്ക് അനുഭവപ്പെടുന്നത്. കാരണം അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ എന്ന് യോഹന്നാനെ സംബന്ധിച്ച് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ലോകത്തിൻ്റെ രക്ഷയുടെ സ്രോതസ്സായ യേശുവിനെ വെളിപ്പെടുത്തുക എന്നതാണ് യോഹന്നാന്റെ സാക്ഷ്യത്തിൻ്റെ ലക്ഷ്യം. യോഹന്നാന്റെ സാക്ഷ്യത്തിന് പ്രത്യുത്തരം എന്നോണം തൻ്റെ 2 ശിഷ്യർ യേശുവിനെ അനുഗമിക്കുന്നു. സമാന്തര സുവിശേഷങ്ങളിൽ യേശുവിനെ അനുഗമിക്കുന്ന ആദ്യ ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതാവലംബമായ വള്ളവും വലയും ഉപേക്ഷിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിനെ അനുഗമിക്കുന്ന ആദ്യ ശിഷ്യർ മുൻ ആധ്യാത്മിക പ്രത്യാശാസ്ത്രം, ഏർലിയർ റിലീജിയസ് കമ്മിറ്റ്മെന്റ് ഉപേക്ഷിക്കുന്നു. യഥാർത്ഥ ശിഷ്യത്വത്തിന് നൽകേണ്ടി വരുന്ന വില ഈ ഉപേക്ഷിക്കലിൽ നിഴലിക്കുന്നുണ്ട്. പഴയതെല്ലാം ഉപേക്ഷിച്ച് ആദ്യ ശിഷ്യർ യേശുവിനെ അനുഗമിക്കുന്നു. അനുഗമിക്കുക എന്ന പദം രണ്ട് തലങ്ങൾ അർത്ഥമാക്കുന്നുണ്ട്. ഒന്ന്, ബാഹ്യമായ ഒരു അനുധാവനം. 2, ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ രൂപകം. സുവിശേഷത്തിലുടനീളം അനുഗമിക്കുക എന്ന പദം അർത്ഥമാക്കുന്നത് ശിഷ്യത്വമാണ്. യേശുവിനെ അനുഗമിക്കുന്നവർ ബാഹ്യമായി യേശുവിൻ്റെ പിന്നാലെ വരുന്നവരല്ല. പകരം യേശുവിൻ്റെ ജീവിതവും അവൻ്റെ പ്രബോധനവും പകർത്തുന്നവരാണ്. ശിഷ്യത്വത്തിൻ്റെ തുടർപാതയിൽ മറ്റ് സവിശേഷതകളും ഉരുത്തിരിയുന്നുണ്ട്. യാത്രാമധ്യേ ഗുരു ശിഷ്യ സംഭാഷണം അരങ്ങേറുന്നു. എന്ത് അന്വേഷിക്കുന്നു എന്ന ഗുരുവിൻ്റെ ചോദ്യത്തിന് എവിടെ വസിക്കുന്നു എന്ന മറുചോദ്യമാണ് ശിഷ്യർ ഉത്തരമായി നൽകുന്നത്. 4-ാം സുവിശേഷത്തിൽ വസിക്കുക എന്ന പ്രയോഗം പിതാ പുത്ര പരിശുദ്ധാത്മ ബന്ധത്തിൻ്റെയും വിശ്വാസികൾക്ക് ത്രിയേക ദൈവവുമായുള്ള ബന്ധത്തിൻ്റെയും ദൃഢതയാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ ശിഷ്യത്വത്തിൻ്റെ മറ്റൊരു സവിശേഷത സുവിശേഷകൻ വരച്ചു കാട്ടുന്നു. ശിഷ്യത്വം എന്ന് പറയുന്നത് യേശുവുമായുള്ള സുസ്ഥിരമായ ഒരു ബന്ധമാണ്. വന്നു കാണുവിൻ എന്ന യേശുവിൻ്റെ പ്രത്യുത്തരത്തിലും ശിഷ്യത്വത്തിൻ്റെ സവിശേഷത കണ്ടെത്താനാകും. യേശുവിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകളോട് ദർശിക്കുക. യേശുവിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് ശിഷ്യർ യേശുവിനോടൊപ്പം താമസിച്ചു. ഇവിടെയും ശിഷ്യത്വത്തിന് മറ്റൊരു സവിശേഷത പ്രകടമാകുന്നു.
ശിഷ്യത്വം എന്നത് നിരന്തരം യേശുവിനോടൊപ്പം താമസിക്കുക എന്നതാണ്. ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ അനുഭവം പൂർണ്ണമാകുന്നത് മറ്റുള്ളവരെ യേശുവിലേക്ക് കൊണ്ടുവരുന്നതിലൂടെയാണ്. യേശുവിനെ അനുഗമിച്ച ആദ്യ 2 ശിഷ്യരിൽ ഒരാൾ ശിമയോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആണെന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. അന്ത്രയോസ് തൻ്റെ സഹോദരനോട് യേശുവിനെ സംബന്ധിച്ച് ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. ക്രിസ്തു ഹെബ്രായ ഭാഷയിൽ മെസായ എന്നും ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്തോസ് എന്നും തർജിമ ചെയ്യപ്പെടുന്നുണ്ട്. യോഹന്നാന്റെ ആദ്യ ശ്രോതാക്കൾക്ക് ഹീബ്രു പദത്തേക്കാൾ ഗ്രീക്ക് പദം കൂടുതൽ സ്വീകാര്യമാകുന്നു. അവൻ ശിമയോനെ യേശുവിൻ്റെ പക്കലേക്ക് ആനയിക്കുന്നു. അതിലൂടെ ശിഷ്യത്വത്തിൻ്റെ വീണ്ടും ഒരു സവിശേഷത വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അതായത് ശിഷ്യത്വം എന്നാൽ യേശുവിന് സാക്ഷ്യം വഹിക്കുക എന്നാണ്. ശിഷ്യത്വത്തിൻ്റെ സവിശേഷതകളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും ഈ സാക്ഷ്യം നൽകൽ തന്നെയാണ്. പ്രിയമുള്ളവരെ, യോഹന്നാൻ ശിഷ്യത്വത്തിൻ്റെ കഥകളല്ല പറഞ്ഞു വെക്കുന്നത്, മറിച്ച് അവ വായനക്കാരെ ശിഷ്യത്വത്തിൽ പങ്കുചേരാനാണ് ശ്രമിക്കുന്നത്. പ്രസ്തുത ക്ഷണത്തിൽ ധാരാളം ക്രിയകൾ അടങ്ങിയിരിക്കുന്നുണ്ട്. കേൾക്കുക, കാണുക, അനുഗമിക്കുക, അന്വേഷിക്കുക, വസിക്കുക തുടങ്ങിയവ. പ്രസ്തുത ക്രിയകൾ ശിഷ്യത്വം ജീവസുറ്റതും യേശുവുമായുള്ള ബന്ധപ്പെടലാണെന്നതും ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.